രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ബി.ജെ.പിയുടെ ആദ്യ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഈ യോഗത്തിലെ ഈ കോർ കമ്മിറ്റിയിലെ മുഖ്യ അജണ്ട. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗം ഭാരവാഹികളെ തീരുമാനിക്കാൻ ഈ യോഗത്തിൽ കഴിയുമോ? എന്തൊക്കെയാണ് മറ്റ് അജണ്ടകൾ? കൂടുതൽ ചുമതലകൾ, കൂടുതൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾക്ക് കൂടുതൽ ചുമതലകൾ നൽകുന്നതിലൊക്കെ പ്രാരംഭ ചർച്ചകൾ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, ഇന്ന് ഹൈസിന്ത് ഹോട്ടലിൽ വെച്ചാണ് ബി.ജെ.പിയുടെ യോഗം ചേരുന്നത്. തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം. അത് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗമാണ്. പഴയ കോർ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് ഇതിലും പങ്കെടുക്കുന്നത്. കാരണം പുതിയ ടീം രൂപം നൽകിയിട്ടില്ല. ഇതിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട രണ്ടെണ്ണമാണ്. ഒന്ന്, ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ. രണ്ട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം. ഇതിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പഴയ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ചുമതലയുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഒരുപക്ഷെ 6 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമതായി 10 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ആ 10 വൈസ് പ്രസിഡന്റുമാരിൽ നേരത്തെ ഉണ്ടായിരുന്നവർ പൊതുവെ എല്ലാവരും ഇറങ്ങി വർക്ക് ചെയ്യുന്നവരായിരുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന് പകരം പൂർണ്ണമായും ഇതിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കായിരിക്കും ചുമതല വരാൻ പോകുന്നത്. സെക്രട്ടറിമാർ, ധാരാളം സെക്രട്ടറിമാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും. അത്തരത്തിൽ ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. ജില്ലാ തലത്തിൽ മുതൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുണ്ട്, സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുണ്ട്, സംസ്ഥാന കോർ കമ്മിറ്റിയിലേക്ക് പുതിയ ആളുകളെ തെരഞ്ഞെടുക്കാനുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും യുവാക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഒക്കെ തന്നെ പ്രതിനിധികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. രാജീവ് ചന്ദ്രശേഖറെ സംബന്ധിച്ചിടത്തോളം ചുമതലയേറ്റ ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം ഉണ്ടാക്കുകയും വേണം.